മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യൂ? നിങ്ങളിത് കണ്ടില്ലേ? നമ്മുടെ മമ്മൂട്ടി അവാർഡ് വാങ്ങാൻ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അടുത്തേക്ക് പോകുന്നതിന്റെ തൊട്ടു മുമ്പേ ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ കൈകൂപ്പി വണങ്ങിയിട്ട് ബഹുമാനത്തോടു കൂടി നിന്നിട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുത്തേക്ക് അവാർഡ് വാങ്ങാൻ പോകുന്നത്. ഇതൊക്കെ എങ്ങനെയാ നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും സകല ജിഹാദികളും സകല മോദി വിരുദ്ധരും സഹിക്കുക? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് വിവേകമുള്ള മലയാളിയുടെ വിജയമാണ്. ദേശീയ ബോധം ഉയർത്തിപ്പിടിക്കുന്ന ഓരോ മലയാളിയുടെയും വിജയമാണ്. ഇതങ്ങനെ എന്തെങ്കിലും വെറുതെ എടുത്തു പറയല്ല. നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഒരാളും മറന്നിട്ടുണ്ടാവില്ല. മോഹൻലാൽ കൈകൂപ്പുന്നു, മമ്മൂട്ടി കൈകൂപ്പിയില്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ബഹളം ഇവിടെ നടന്നു. അന്ന് മമ്മൂട്ടി കൈകൂപ്പി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെ അതും ഒക്കെ പിടിച്ച് ഉൾപ്പുളകം കൊണ്ട് കുറെ ആളുകൾ കൈകൂപ്പുന്നതിനെതിരെ പോലും പലതും പറഞ്ഞിരുന്നു. അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? ഈ കൈകൂപ്പുക, നിലവിളക്ക് കത്തിക്കുക, ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരമൊക്കെയാണ്. നമ്മുടെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും സംസ്കാരത്തിലും ഈ രാജ്യത്തെ ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളും ഏതൊരു ഇന്ത്യൻ പൗരനും അഭിമാനം കൊള്ളേണ്ടത് തന്നെയാ. മമ്മൂട്ടി അതാണ് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ കൈകൂപ്പി വണങ്ങിയിരിക്കുന്നു. നേരിട്ട് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുത്തേക്ക് അങ്ങ് പോയിട്ടില്ല. നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ നടൻ, മലയാള നടൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ ഒരു സന്ദർഭമൊക്കെ ആ ഒരു സന്ദേശമൊക്കെ കാണുമ്പോൾ വലിയ അഭിമാനമാണ് തോന്നുന്നത്. ഇത് നമ്മുടെ പാരമ്പര്യമാണ് നമ്മുടെ മമ്മൂട്ടി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. പിന്നീട് ഈ കൈകൂപ്പലും അതിനുശേഷം പോയിട്ട് ഈ അവാർഡ് വാങ്ങലും, ഇതിന് ശേഷവും മമ്മൂട്ടി നേരിട്ട് പോയിട്ട് ഈ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് എത്തുന്നു, ദുൽഖർ സൽമാന്റെ കൈ ചേർത്ത് പിടിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും സഹിക്കുക? എത്ര കാലമാണ് നമ്മുടെ കേരളത്തില് ഈ സുഡാപ്പി ജിഹാദി തീവ്ര ചിന്താഗതിക്കാര് ഏതൊരു അവാർഡ് പ്രഖ്യാപിക്കുമ്പോ, ഏതൊരു പത്മഭൂഷണായിട്ട് എന്ത് തന്നെ ആവട്ടെ, എത്ര വർഷമായിട്ട് മമ്മൂട്ടിക്ക് കൊടുക്കുന്നില്ലോ, അത് ഇന്ന മതമായിട്ടാണോ എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോ എന്തു പറയുന്നു? മമ്മൂട്ടിക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, മമ്മൂട്ടിയുടെ മകനെ ഉൾപ്പെടെ ചേർത്ത് പിടിച്ചിട്ട് നരേന്ദ്രമോദി അത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ പോസ്റ്റും ചെയ്ത്. ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള മമ്മൂട്ടിക്ക് രാജ്യം നൽകിയ ആദരവ് എടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത്. അത് ഈ ഇട്ടാവട്ടമായ കേരളത്തിൽ മാത്രമല്ല, ലോകം മൊത്തം അത് നോക്കിക്കാണും. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. ഡൊണാൾഡ് ട്രംപിനേക്കാൾ അധികം, വ്ളാഡിമിർ പുടിനേക്കാൾ അധികം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാ. അദ്ദേഹമാണ് മുസൽമാനായിട്ടുള്ള മമ്മൂട്ടിയുടെ മകന്റെ കുടുംബത്തിന്റെ ഫോട്ടോ തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്, മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുള്ള ആ അവാർഡിനെ ലോകത്തെ അറിയിക്കുന്നു. മമ്മൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ 3.5 കോടി ജനങ്ങൾക്കിടയിലുള്ളൊരു വലിയ ഒരു നടനാണ്. എന്നാൽ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹമാണ് മുസൽമാനായിട്ടുള്ള മമ്മൂട്ടിയുടെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കാണുന്ന മലയാളികൾക്ക് ലളിതമായിട്ട് ചിന്തിച്ചാൽ പോരെ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കേന്ദ്ര സർക്കാരോ ഒരു മതത്തിനും എതിരല്ല. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഓരോ അവാർഡ് സമയങ്ങളിലും ഈ മമ്മൂട്ടിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഇന്ന മതത്തിനെതിരെയാണോ എന്നാണ് ഇവിടെയുള്ള സകല മോദി വിരുദ്ധരും പറയാറുള്ളത്. എന്നാൽ ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള ഷാറൂഖ് ഖാൻ നരേന്ദ്രമോദിയുടെ കാലത്ത് തന്നെ കൃത്യമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടൻ എന്ന് പറഞ്ഞുകൊണ്ട് അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുത്തതും ഇതേ നരേന്ദ്രമോദിയാ. ഈ അവാർഡ് കൊടുത്ത സമയത്ത് പോലും എടുത്ത് നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും മമ്മൂട്ടിക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇന്ന മതത്തിനെതിരെയാണോ എന്നായിരുന്നു പറയാറുണ്ടായിരുന്നത്. അവരൊക്കെ ഇപ്പോ
എന്തു പറയുന്നു? രാജ്യം മമ്മൂട്ടിയെ ആദരിച്ചിരിക്കുന്നു. മമ്മൂട്ടി അതിനുശേഷം നരേന്ദ്രമോദിക്ക് അരികിലേക്ക് എത്തിയിരിക്കുന്നു. നരേന്ദ്രമോദി അവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. മമ്മൂട്ടിക്കും MA യൂസുഫ് അലിക്കും ഷാറൂഖ് ഖാനും ഇത്തരം ഒരു മുസ്ലിങ്ങൾക്കും ഒരു പ്രശ്നവുമില്ലാതെ പിന്നെ ഏത് മുസ്ലിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ട് എന്നാണ് ഇവിടെ ആളുകൾ നിരന്തരം പറയുന്നത്. ഞാനൊരു കാര്യം എടുത്ത് കൃത്യമായിട്ട് പറയാം. ഞാനൊരു ഇന്ത്യൻ മുസൽമാനാണ്. കൃത്യമായിട്ട് നരേന്ദ്രമോദി എന്താണ് എന്ന് നോക്കി പഠിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. രാജ്യത്തെ എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളെയും ഒരേപോലെ ചേർത്ത് പിടിക്കുന്ന ലോകത്തിലെ തന്നെ നമ്പർ 1 നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാ. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന മതത്തിനെതിരെയാണോ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി എന്താണ് എന്നുള്ളത് സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയണം. ഈ കഴിഞ്ഞ പുണ്യ റമദാൻ മാസത്തിൽ പോലും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സമാധാനം ഉണ്ടായിരുന്നോ? മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങള് ഇറാഖ്, ഇറാൻ, സിറിയ, പാകിസ്ഥാന്, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാന്, ഇങ്ങനെ എത്ര 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 രാജ്യങ്ങൾ എടുക്കണോ? ഇത്തരം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ കഴിഞ്ഞ പുണ്യ റമദാൻ ആദരിച്ച് മുന്നോട്ട് പോയത് എത്ര ഭയത്തോടു കൂടിയ യുദ്ധമല്ലായിരുന്നോ? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു. ഇറാൻ ഒരുപാട് വലിയ രീതിയിൽ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു. ആ സമയത്ത് അവിടെയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ അവസ്ഥയാ. എന്നാൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് പുണ്യ റമദാന് എല്ലാ രീതിയിലുള്ള ആരാധനയോട് കൂടിയിട്ട് അതിൻ്റെതായ ബഹുമാനത്തിലും അതിൻ്റെതായ സന്തോഷത്തിലും ഇന്ത്യൻ മുസ്ലിങ്ങൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് പെരുന്നാൾ വന്നു, ചെറിയ പെരുന്നാൾ വന്നു, ആഘോഷിച്ചോ. ഇന്ത്യൻ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ സമാധാനത്തില് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് വലിയ പെരുന്നാൾ വന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നേതൃത്വം കൊടുത്തതുകൊണ്ട് ഈ രാജ്യത്ത് സമാധാനമുള്ളത്. ഇത് രാഹുൽ ഗാന്ധി ഒന്നാണെങ്കിൽ അതൊന്നും ഉണ്ടാവുന്ന ആരും കരുതിയൊന്നും വേണ്ട. രാഹുൽ ഗാന്ധി ഒക്കെ ആണെങ്കിൽ മുംബൈ ഭീകരാക്രമണങ്ങളൊക്കെ എത്രത്തോളം നടന്നിട്ടുണ്ട്, അതിനൊക്കെ എന്തെങ്കിലും മറുപടി ഉണ്ടായിരുന്നു? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാ. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തുടരുന്നിടത്തോളം കാലം ഒരു തർക്കവും വേണ്ട. ഈ രാജ്യത്തെ സകല മതങ്ങളിൽപ്പെട്ട ആളുകളും വലിയ സമാധാനത്തിലും സുരക്ഷിതത്തിലും തന്നെയാ മുന്നോട്ട് പോവാ. ലോകത്ത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതർ സമാധാനത്തിലൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. എന്നിട്ട് മതി മോദി ഇന്ന മതത്തിനെതിരെയാണോ ഇന്നതിനെതിരെയാണോ എന്നൊക്കെ ഉളുപ്പില്ലാതെ കള്ളം വിളിച്ചു പറയാൻ. ഇനി വരാൻ പോകുന്ന കാലത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ മോദിക്കെതിരെ ഇതൊക്കെ പറഞ്ഞാൽ സുഡാപ്പികളെയും തീവ്രചിന്താഗതിക്കാരെയും ജിഹാദികളെയൊക്കെ മലയാളികൾ തന്നെ പുച്ഛിച്ച് തള്ളുന്നൊരു കാലമാണ് നമ്മുടെ കേരളത്തിൽ ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു സൂചനയാണ് 3 MLA നമ്മുടെ കേരളത്തിൽ BJPക്ക് കിട്ടി എന്നുള്ളത്. അതിനി 30ഉം 103ലേക്കൊക്കെ എത്തുന്നതോട് കൂടിയിട്ട് സുഡാപ്പികളുടെയും ജിഹാദികളുടെയൊക്കെ പത്തി അങ്ങ് പൂർണ്ണമായിട്ട് മടങ്ങും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. മമ്മൂട്ടിക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു, അദ്ദേഹത്തിന്റെ ആ മികവുറ്റ അഭിനയത്തിന്. മാത്രവുമല്ല, നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ നമ്മൾ മലയാളികൾക്കിടയിൽ കൃത്യമായി രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കണമെന്നൊരു സന്ദേശം കൂടി മമ്മൂട്ടി ഉയർത്തിപ്പിടിച്ചതിൽ അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു.